ചിക്കൻ വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഈ ഒരു പലഹാരം എങ്ങനെ തയ്യാറാക്കി എടുക്കുക എന്നുള്ളത് നോക്കാം. ആദ്യം നമുക്ക് ഇതിലേക്കുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓയിൽ നല്ലോണം ചൂടായി വന്നാൽ അതിലേക്ക് വല്യുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 മീഡിയം സൈസിലുള്ള വല്യുള്ളിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഒരു നുള്ളി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു വല്യുള്ളി നല്ലോണം വഴറ്റിയെടുക്കണം. പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു മസാല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മസാല തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു രീതിക്കനുസരിച്ചിട്ടാണ് ഈ ഒരു മസാല ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ക്യാപ്സിക്കം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കാബേജ് അല്ലെങ്കിൽ ക്യാരറ്റ് അതുപോലെ തന്നെ മഷ്റൂം ഒക്കെ ഉണ്ടെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരുപാട് ചേർത്ത് കൊടുക്കൊന്നും വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ചിക്കനൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് അത് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കണമെന്നില്ല. ചിക്കനൊന്നും ഇല്ലാതെ ഉണ്ടാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ട് വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി അതിലേക്ക് പൊടികളായിട്ട് ഞാനിവിടെ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ചിക്കൻ മസാലയും പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പച്ചമണക്കം മാറി വന്നാൽ നമുക്കതിലേക്ക് ഒരു നുള്ളിൽ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഗരം മസാലയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി അതിലേക്ക് ചീസാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഏത് ചീസും എടുക്കാവുന്നതാണ്. ഞാനിവിടെ സ്ലൈസ് ചീസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി മോസറല്ല വേണമെന്നുണ്ടെങ്കിൽ അത് എടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് ചീസാണുള്ളത് അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ചീസും കൂടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് ചിക്കനാണ്. ചിക്കൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. വേവിച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഫ്രൈ ആക്കി എടുത്തിട്ടോ എങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ചിക്കനൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. സാധാരണ നോർമൽ മസാലയിൽ തന്നെ ഫ്രൈ ചെയ്തെടുത്ത ചിക്കനാണ് കേട്ടോ. എന്നിട്ട് ചിക്കന് ജസ്റ്റ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കറക്കി എടുത്താൽ മാത്രം മതി. ഒരുപാട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുകയൊന്നും വേണ്ട കേട്ടോ. ഇങ്ങനെ നമുക്കിങ്ങനെ ഈ ഒരു സ്നാക്സ് കഴിക്കുമ്പോൾ അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കടിക്കാൻ വേണം. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പിച്ചെടുത്താലും മതി. അപ്പോൾ ഈ ഒരു ചിക്കനും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയെടുക്കുക. ഒരു മസാലയൊക്കെ ഈ ഒരു ചിക്കനും എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ആക്കിയെടുക്കുക. ഈ ഒരു ടൈമിൽ ഉപ്പൊക്കെ പാകത്തിന് നോക്കിയെടുക്കുക കേട്ടോ. ഒരുപാട് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ ഇതിലേക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സ്ഡ് ജാറിലേക്ക് ഞാനിവിടെ ഒരു 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് കുറച്ച് പാലിട്ടോ, അതായത് ഒരു 1/4 കപ്പിൻ്റെ അടുത്തുണ്ടാവും പാല്. അതുപോലെ തന്നെ ഓട്സാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏത് ഓട്സും എടുക്കാവുന്നതാണ്. ഓട്സും ഒരുപാടൊന്നും വേണ്ട. ഒരു 1/4 കപ്പ് അളവിൽ ഓട്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3-2 സ്ലൈസ് ബ്രെഡും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ മൈദപ്പൊടിയാണ്. മൈദപ്പൊടി ഒരുപാടൊന്നും വേണ്ട. ഒരു ടേബിൾ സ്പൂൺ അളവിൽ മൈദപ്പൊടി മാത്രം മതി കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി ഇതുപോലെ നല്ലോണം ഫൈനായിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണേ. അരച്ചെടുത്ത ആ ഒരു ബാറ്റർ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇരിക്കും നമ്മുടെ ബാറ്റർ. കുറച്ച് കട്ടിയിലാണ് ഉണ്ടാവുക. ഒരുപാട് ലൂസിലൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഈ ഒരു ബാറ്ററിലേക്ക് ജസ്റ്റ് ഞാനൊരു എരിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചില്ലി ഫ്ലക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ആയാലും കുഴപ്പമില്ല. പിന്നെ ഇതിലേക്ക് ഒരു നുള്ളിൽ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബേക്കിംഗ് സോഡ നിർബന്ധമില്ല. നിങ്ങളിപ്പോൾ ഇത് റെസ്റ്റ് ചെയ്തിട്ടൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം പുറത്ത് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ ഒരു നുള്ളിൽ ബേക്കിംഗ് സോഡയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു മസാലക്കൂട്ട് ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ബാറ്ററിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം അങ്ങ് മിക്സാക്കി എടുക്കുക കേട്ടോ. ഇതിലേക്ക് പിന്നെ എക്സ്ട്രാ വേറെ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ആ ഒരു മസാലയിൽ തന്നെ അത്യാവശ്യം ഉപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആ ഉപ്പൊന്നും മതിയാകുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ബാലൻസ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലായിരിക്കും നമുക്ക് കിട്ടുക. ഇനിയൊന്നുമില്ല, ഇന്ന് നേരെ അങ്ങ് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ പാനിലൊക്കെ അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ പോള പോലെ ചുട്ടെടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ ചെയ്തെടുക്കാം. അല്ലാതെ ഇതുപോലെ ആവിയിൽ വേവിച്ചെടുക്കുക. ഞാനിപ്പോൾ ഒരു ജസ്റ്റ് ഇങ്ങനെ ആവി കയറ്റി വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഇഡ്ഡലി തട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഓയിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന്
ബ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ചെയ്തതിന് ശേഷം ഇത് നല്ലോണം ചൂടായിട്ട് വേണം അതിലേക്ക് ആ മാവൊന്ന് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് കിട്ടും, തട്ടിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നമുക്ക് നല്ല ഭംഗിയായിട്ട് കിട്ടും. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ച ഒരു ബാറ്റർ കുറേശ്ശായിട്ട് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ സാധാരണ ഇഡ്ഡലിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന പോലെ തന്നെ കുറേശ്ശായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി. നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു പലഹാരം കൂടിയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചിക്കനൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. ഒരു ചിക്കൻ്റെ പകരമായിട്ട് ബീഫോ എന്ത് വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ മസാലയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മസാലയൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. ആ ഒരു പലഹാരത വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓയിൽ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് പാനിൽ ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ ബട്ടറോ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ആവിയിൽ വേവിച്ച ഒരു പലഹാരം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. രണ്ട് വശവും ഇതുപോലൊരു ഗോൾഡൻ കളറായി വന്നാൽ നമുക്കതിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസിനൊക്കെ വേണ്ടി ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളിലൊന്ന് ഓപ്ഷനും കൂടിയും കൊടുക്കാൻ മറക്കല്ലേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്